നെഞ്ചത്തടിച്ച് എല്ലാം പോയേ എന്ന് നിലവിളിക്കാന് ഇനി ആർക്ക് സാധിക്കൂ? നമ്മുടെ അമേരിക്കയ്ക്ക് സാധിക്കൂ. കാര്യങ്ങൾ ഇത്തരത്തിലെത്തി നിൽക്കുകയാണ്. കാരണം ഇറാനെതിരായ യുദ്ധം ആരംഭിച്ച നിമിഷങ്ങൾക്കും ഉള്ളിൽ തന്നെ അമേരിക്കയുടെ തന്ത്രപരമായ കണ്ടകശനി അക്ഷരാർത്ഥത്തിൽ തുടങ്ങി. മറ്റൊന്നുമല്ല, ഭൂപടത്തിൽ തങ്ങളെ വെല്ലുവിളിക്കാൻ ആരുമില്ല. അതായത് ലോക പോലീസ് കളിച്ചു കിടന്നതാണ് നമ്മുടെ സ്വാഭാവികമായ ഈ അമേരിക്ക. ആ അമേരിക്കയുടെ ഹുങ്കിനിട്ട് തന്നെയാണ് ഇറാൻ പൊട്ടുകയും ചെയ്തു. ഇസ്രായേലിനോടുള്ള സൗഹൃദത്തിന്റെ പുറത്തുള്ള ആയുധം കൊടുക്കലല്ല, മറിച്ച് പിടിച്ചു നിൽക്കാൻ വേണ്ടി അമേരിക്ക നടത്തിയ അവസാന കൈവിട്ട കളിയാണ്. ആഗോള സൈനിക മേധാവിത്വത്തിന്റെ അന്ത്യം കുറിച്ചുകൊണ്ടാണ് അമേരിക്കൻ അജേയതയുടെ കോട്ടകൾ തകർന്നു വീണത്. ഇത് ചരിത്രപരമായ ക്ലൈമാക്സിനാണ് ലോകം സാക്ഷിയായത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു സാധാരണ മിസൈൽ പോരാട്ടമല്ലായിരുന്നു. അത് അമേരിക്കൻ സൈനിക ആധിപത്യത്തിന്റെ അടിത്തറ തന്നെ കുലുക്കുന്ന ഒരു യുദ്ധമായി മാറുകയായിരുന്നു. കാരണം ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ ഇസ്രയേൽ മാത്രം മതിയായിരുന്നില്ല. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ കടുത്ത സമ്മർദ്ദത്തിലായി. ഇറാന്റെ അതിവേഗ ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് സ്വഭാവമുള്ള ആയുധങ്ങളും ഇസ്രയേലിന്റെ പല സുരക്ഷാ പാളികളും തകർത്തു കളഞ്ഞു.